അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ബദറിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. അമ്പിയാക്കളുടെ ചരിത്രം ഓർക്കുന്നത് ഇബാദത്താണ്. ദിക്റു സ്വാലിഹീന ഗഫാറ, സ്വാലിഹീങ്ങളായ ആളുകളുടെ ചരിത്രം ഓർക്കുന്നത് ഗഫാറ, അത് ഗഫാറത്താണ്, പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. അല്ലാഹു തആല ഈ പരിശുദ്ധമായ മാസത്തിൽ പരിശുദ്ധവാന്മാരായ ബദരീങ്ങളുടെ ചരിത്രം സ്മരിക്കുന്ന നമ്മുടെ എല്ലാ പാപങ്ങളും റബ്ബ് തആല പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. നാം ചരിത്രത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയിൽ ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ റസൂലിനെ വകവരുത്താനുള്ള തീരുമാനമെടുക്കുകയാണ്. അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട് വളഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് വഹീൻ്റെ സന്ദേശവുമായി. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ്, ഈ കണ്ട നാളത്രയും അങ്ങ് സഹിച്ചില്ലേ? എത്ര സഹിച്ചു? ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കാവുന്നതിലും അപ്പുറമായില്ലേ? തന്നെ പ്രിയപ്പെട്ടവരായി കണ്ടിരുന്നവർ, അൽ അമീൻ എന്ന് വിളിച്ചിരുന്നവർ തന്നെ എത്രമാത്രം ക്രൂക്ഷിച്ചു, കുറ്റപ്പെടുത്തി, കുത്തുവാക്കുകളെ കൊണ്ട് അങ്ങയെ കീറി മുറിച്ചു. ഇനിയും മതിയായില്ലേ നബിയെ? പോവാൻ സമയമായിരിക്കുന്നു. തായിഫിന്റെ മണൽത്തരികളിലെല്ലാം ഇന്നും കണ്ണീരാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെയാണ് ശപിച്ചത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, നശിച്ചു പോകട്ടെ. അവൻ ജീവിതത്തിൽ പടുത്തുയർത്തിയതൊന്നും അവൻ ഉപകാരപ്പെടുകയില്ല എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അല്ലാഹു തആല സ്വാന്തനമായി പ്രിയപ്പെട്ട ഹബീബിനെ ഇറക്കി കൊടുത്തതാണ്. ഇനി മതി നബിയെ, പോകാൻ സമയമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയത്തിൽ ഒരു നീറ്റൽ. കാരണം എവിടെ നിന്നാണ് പോകുന്നത്? ജനിച്ചു വളർന്ന നാട്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിന് മക്ക എന്നും പ്രിയപ്പെട്ടതായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് മക്കയിൽ നിന്നും പോവുകയാണ്. സങ്കടമാണ് മനസ്സിൻ്റെ ഉള്ളിൽ. കളിച്ചു വളർന്ന നാട്, പ്രിയപ്പെട്ട തോഴന്മാർ, പ്രിയപ്പെട്ട ഉമ്മയോടൊത്ത് വസിച്ച നാട്, ചെറുപ്പത്തിലെ മധുരിക്കുന്ന ഓർമ്മകൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇട്ടെറിഞ്ഞു പോവുകയാണ്. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാക്കി. ഇനി ഈ നാട് കാണുമോ? ഈ നാട്ടിലെ മണൽ തരികൾ ഇനിയും സ്പർശിക്കാൻ കഴിയുമോ? മനസ്സിൻ്റെ ഉള്ളിൽ 1000 ചോദ്യങ്ങളാണ്. പ്രിയപ്പെട്ട മക്ക അകലുകയാണ്. പക്ഷേ നിലനിൽപ്പില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അല്ലാഹു തആല ജിബ്രീൽ മുഖാന്തരം വന്ന് പറഞ്ഞപ്പോൾ, മതി നബിയെ, സഹിച്ചത് ഇത്ര മതി, ഇനി പോകാൻ സമയമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. പരിശുദ്ധമായ യാസീൻ സൂറത്തിലെ ആയത്തുകൾ ഓതി ഒരു പിടി മണ്ണിലൂതി അത് പുറത്തേക്കിട്ടു. അതവിടെയുള്ള ഖുറൈശി കിങ്കരന്മാരുടെ കണ്ണിൽ മുഴുവനും പോയി വീണു. അവർ അല്പനേരം കണ്ണ് തിരുമ്പി നിന്നപ്പോൾ ആ ഇടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. നേരെ പോകുന്നത് പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്കാണ്. സൗറിലെ കൂട്ടുകാരൻ, എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഉണ്ടാകുന്ന സന്തത സഹചാരി, അള്ളാഹുവിൻ്റെ റസൂലിനെ അത്രമാത്രം സ്നേഹിച്ച ഒരു മനുഷ്യൻ. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാനും ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ ഈമാനും ഒരു തുലാസിൽ വെച്ച് കഴിഞ്ഞാൽ സിദ്ദീഖുൽ അക്ബറിൻ്റെ ഈമാൻ തൂങ്ങുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ എന്ന് പറയാൻ തന്നെ ചരിത്രത്തിൽ മറ്റൊരു കാരണമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ വാനാരോഹണം നടത്തിയപ്പോൾ എവിടെ നിന്നോ കേട്ടു, മക്കയിലെ മുഹമ്മദ് നിന്റെ ആളല്ലേ? അദ്ദേഹം ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്കും 7-ാം ആകാശത്തേക്കും പോയി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതേ, ഉണ്ട്. എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് സിദ്ദീഖുൽ അക്ബർ. അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ പറയുന്നത് അത് അനുധാവനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമായിരുന്നു പ്രിയപ്പെട്ട സ്വഹാബ. നേരെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി കസ്വ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സന്തത സഹചാരിക്കൊപ്പം അല്ലാഹുവിൻ്റെ റസൂൽ യാത്ര തിരിക്കുകയാണ്.
ഖുറൈശികൾ ഇതൊന്നും അറിയുന്നില്ല. ഖുറൈശികളുടെ വിചാരം ഇപ്പോഴും അവിടെയുള്ളത് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന. ആ സമയത്താണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇറങ്ങി വരുന്നത്. ഖുറൈശി തലവന്മാരോട് പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട്, നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? മുഹമ്മദിനെയാണോ? എടോ, മുഹമ്മദ് നാട് വിട്ടത് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ എന്ത് വിഡ്ഢികളാണ്, മൂഢന്മാരാണ്, മഠയന്മാരാണ്. മുഹമ്മദ് നിങ്ങളെ പനി പഠിച്ച് നാട് വിട്ടിരിക്കുന്നു. ഏയ്, മുഹമ്മദ് നാട് വിട്ടിട്ടില്ല. പിന്നെ ആ കിടക്കുന്നത് ആരാ? ആ പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് മുഹമ്മദാണ്. എങ്കിലത് കാണാം. അല്പസമയം കഴിഞ്ഞാൽ ആ പുതപ്പിനടിയിലെ ആള് എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. അല്പസമയം കഴിഞ്ഞ് സുബഹി നമസ്കരിക്കാൻ വേണ്ടി പുതപ്പിന്റെ അടിയിൽ കിടക്കുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഖുറൈശികൾക്ക് അമളി മനസ്സിലാകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട ഖുറൈശികൾ കലി പൂണ്ടു. അബൂജഹൽ അടക്കം ദേഷ്യം കൊണ്ട് അട്ടഹസിച്ചു പോയി. എവിടെ പോയി മുഹമ്മദ്? മുഹമ്മദിനെ അങ്ങനെ വിട്ടുകൂടാ, വധിച്ചു കളയുക തന്നെ വേണം. അവർ ഇങ്ങനെ യോഗം ചേർന്നു, ഇനി എന്ത് ചെയ്യും? മുഹമ്മദിനെ പിടിക്കാൻ വിജനമായ മരുഭൂമിയിൽ അവർ എത്ര ദൂരം അവർക്ക് താണ്ടാൻ കഴിയും? ഒരിക്കലും വിട്ടുകൂടാ. അവരെ പിടിക്കണം. പിടിക്കാൻ ചങ്കൂറ്റമുള്ള അണത്തമുള്ള ആരാണുള്ളത്? അവരിങ്ങനെ പരിധി നോക്കി. അവർ കണ്ടുപിടിച്ചത് മഹാനായ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെയാണ്. അന്ന് അദ്ദേഹം ഇസ്ലാമിന്റെ പാന്താവിലേക്ക് വന്നിട്ടില്ല. സുറാഖയെയാണ് അവർ അതിന് നിയോഗിക്കുന്നത്. ഖുറൈശികൾ സുറാഖയെ തിരഞ്ഞെടുക്കാൻ കാരണങ്ങളുണ്ട്. സുറാഖ നല്ല വിദഗ്ധനായിരുന്നു. യുദ്ധതന്ത്രങ്ങളിൽ, അമ്പെയ്ത്തിൽ, കുതിരയെ പായിപ്പിക്കുന്നതിൽ വളരെ വിദഗ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ സുറാഖയെ തിരഞ്ഞെടുത്തു. സുറാഖയോ അല്ലാഹുവിൻ്റെ റസൂലിനെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും പിടിക്കാൻ വേണ്ടി മരുഭൂമിയിലൂടെ കുതിരയെ പായിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലും സിദ്ദീഖുൽ അക്ബറും വിജനമായ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പുറകിലേക്ക് നോക്കുന്നുണ്ട്. ശത്രുക്കൾ ആരെങ്കിലും പുറകിലുണ്ടോ? അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, യാ ഇബ്നു ഖുവാഫ, അങ്ങ് എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ മാത്രമല്ലല്ലോ സിദ്ദീഖുൽ അക്ബറെ, ഒപ്പം അള്ളാഹുവുമുണ്ട്. അള്ളാഹുവിനറിയാം അവൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ താങ്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വിജനമായ മരുഭൂമിയിൽ കാറ്റിൻ്റെ താങ്ങിത്തലോടലുകളേറ്റ് ഒരു കുതിരക്കുളമ്പടി ശബ്ദം ഇങ്ങനെ കേട്ടു. അവർ ആ കുതിരക്കുളമ്പടി ശബ്ദം ഇങ്ങനെ അടുത്തടുത്തടുത്തേക്ക് വരികയാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ മനസ്സിൽ വല്ലാത്ത ഭയം നിറഞ്ഞു. ശത്രുക്കൾ അടുത്തെത്തിയിരിക്കുന്നു നബിയെ. അല്പം കഴിഞ്ഞപ്പോൾ കണ്ടു, യാ റസൂലല്ലാഹ്, സുറാഖ ബാക്കിലുണ്ട് നബിയെ. സുറാഖ വരുന്നത് അങ്ങയെ പിടിക്കാനാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് ഭയമില്ല, അവർ എന്നെ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. പക്ഷെ അങ്ങയുടെ ശരീരത്തിലെ ഒരു രോമത്തിന് മുറിവേറ്റാൽ അതെനിക്ക് താങ്ങില്ല നബിയെ. അല്ലാഹുവിൻ്റെ റസൂൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സമാധാനിപ്പിച്ചു. സുറാഖയുടെ മനസ്സിലുണ്ട്, മുഹമ്മദിനെ കണ്ടു കഴിഞ്ഞു, ഇനി നേരെ പോവുക, മുഹമ്മദിന്റെ നേർക്ക് വാളോങ്ങുക, അദ്ദേഹത്തിന്റെ തല ഛേദിക്കുക, ഖുറൈശികൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കുക, അധികായനായി ഖുറൈശികളുടെ ഇടയിൽ വാഴുക. ഇതെല്ലാം കണക്ക് കൂട്ടിയ സുറാഖ അല്ലാഹുവിൻ്റെ റസൂലിന്റെ അരികിലെത്തി വാളെടുത്ത് ഓങ്ങാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുതിരയുടെ 2 കാലുകളും ഭൂമിയിലേക്ക് അങ്ങ് താന്നു പോവുകയാണ്. യാ മുഹമ്മദ്, എന്നെ ഒന്ന് രക്ഷിക്കൂ മുഹമ്മദേ. സുറാഖ ഭയന്നു പോയി. സ്പീഡിൽ വരുന്ന ഒരു കാറ് പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് തലകുത്തി മറിയും. ഇതുപോലെ സ്പീഡിൽ വന്നിരുന്ന കുതിര പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് ബ്രേക്ക് ഇട്ടപ്പോൾ സുറാഖ അങ്ങ് മണ്ണിൽ കിടന്ന് ഉരുണ്ടു. എന്നെ ഒന്ന് രക്ഷിക്കൂ മുഹമ്മദേ. അല്ലാഹുവിൻ്റെ റസൂൽ കുതിരയെ ഒരു വട്ടം നോക്കിയപ്പോൾ കുതിര പഴയ പടിയായി. സുറാഖ വീണ്ടും അല്ലാഹുവിൻ്റെ റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി അടുത്തപ്പോൾ വീണ്ടും ആ കാലുകളെ ഭൂമി അങ്ങ് പിടിച്ചു താഴ്ത്തി. വീണ്ടും സുറാഖ വാവിട്ടലറി, എന്നെ ഒന്ന് രക്ഷിക്കൂ മുഹമ്മദേ. 3 തവണ അങ്ങനെ ഉണ്ടായി എന്ന ചരിത്രം. അവസാനം രക്ഷയില്ല എന്ന് കണ്ട സുറാഖ അല്ലാഹുവിൻ്റെ റസൂലിന്റെ മുൻപിൽ അടിയറവ് പറയുകയാണ്. വാളൂരി പിടിച്ചു നിൽക്കുന്ന സുറാഖത്ത് ബിൻ മാലിക്കിന്റെ മുഖത്തേക്ക് നോക്കി അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, സുറാഖ, താങ്കൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ വാളിന് പകരം ലോകം മടക്കി ഭരിക്കുന്ന യസ്ദിഗിർദ് എന്ന് പറയുന്ന ക്രൂരനായ ചക്രവർത്തിയുടെ കൈകളിലെ വാള് ഞാൻ കാണുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ വാളിന് പകരം, താങ്കൾ തലയിൽ അണിഞ്ഞിരിക്കുന്ന തലപ്പാവിന് പകരം യസ്ദിഗിർദിന്റെ കിരീടം ഞാൻ കാണുന്നുണ്ട് സുറാഖ.
താങ്കളുടെ വസ്ത്രത്തിന് പകരം ഇസ്തഗിർദ് രാജാവിന്റെ വൈരങ്ങളാൽ, ഗോമേധങ്ങളാൽ, മുത്തുകളാൽ തുന്നിച്ചേർക്കപ്പെട്ട ആ പട്ടുവസ്ത്രം ഞാൻ കാണുന്നുണ്ട്. സുറാക്ക അമ്പരന്നു. എന്താ പറയുന്നത്? കൊല്ലാൻ വന്ന ആളോടാണോ സന്തോഷം പറയുന്നത്? സുറാക്ക പറഞ്ഞു, യാ മുഹമ്മദ്, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾ എന്നെയും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സംഗതിയേ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തെങ്കിലും മുസ്ലിങ്ങൾ മക്കയിലേക്ക് ആക്രമണത്തിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ രക്ഷ വേണം. അതുകൊണ്ട് എനിക്കൊരു രക്ഷാകവചമായി താങ്കൾ എനിക്കൊരു ലെറ്റർ തരണം. എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ എനിക്ക് വേണം. മുസ്ലിങ്ങൾ വാഗ്ദത്തം ലംഘിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എഴുതി കൊടുത്തു. ആ സുറാഖത്ത് ബിൻ മാലിക്കാണ് പിന്നീട് മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ചരിത്രത്തിന്റെ തങ്കത്താഴുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഖാദിസിയ യുദ്ധത്തിലൂടെ ഇസ്തഗിർദ് രാജാവിനെ തോൽപ്പിക്കുന്നതും ഇസ്ലാമിന്റെ പൊൻകൊടി അവിടെ നാട്ടുന്നതും ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കുന്നതും അല്ലാഹു തആല വല്ലാത്ത തൗഫീഖ് നൽകിയ മനുഷ്യൻ. അത് മുൻകൂട്ടി അള്ളാഹുവിന്റെ ഹബീബ് സുറാഖയോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, ചരിത്രം അങ്ങനെ മുൻപോട്ട് ഗമിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.